ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റ് നൈറ്റ് സപ്പർ. ഭക്ഷണം കഴിക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയം നമ്മൾ നോക്കി വേണം കഴിക്കാൻ. അതായത് നമുക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫുഡ് കഴിക്കുന്നതിൽ. അപ്പോൾ ശരിക്കും നമ്മൾ കിടക്കുന്നതിനും 2 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യണം. നമ്മൾ പുറമേ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് അകത്ത് ഡൈജഷൻ നടക്കുവാണ്. സോ ആ ഡൈജഷനൊക്കെ നടന്ന് നമ്മൾ കാം ആൻഡ് റെസ്റ്റ് ആവണമെങ്കിൽ 2 hours വേണം. സോ നമ്മൾ അതുകൊണ്ട് തന്നെ 2 hours മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കിടക്കുമ്പോൾ നമ്മളെ ബോഡി മൈൻഡ് എല്ലാം റെസ്റ്റിലോട്ടാവുന്നു. നമ്മൾ ഭയങ്കര കാമായിട്ട് കിടക്കാൻ പറ്റുന്നു. രാവിലെ നല്ല ഊർജ്ജത്തോടെ എണീക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം. സോ അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡേ. പക്ഷെ നമ്മൾ കിടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഫുഡ് കഴിച്ചിട്ട് കിടന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ കഴിച്ചു, അപ്പോൾ ഡൈജഷൻ എന്ന പ്രോസസ്സ് നടക്കും. നമ്മൾ ഓടിച്ചെന്ന് കിടന്നു, അപ്പോൾ നമ്മുടെ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൈജഷൻ എന്ന പ്രോസസ്സ് നടക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഉറങ്ങാൻ പറ്റില്ല. നമുക്കൊരു ഹെൽത്തി ഫീൽ ഉണ്ടാവത്തില്ല, നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവത്തില്ല. നമുക്ക് നെഞ്ചരിച്ചിൽ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. നമ്മൾ രാത്രി കുറച്ച് ഫുഡേ കൺസ്യൂം ചെയ്യാം. എന്ന് വെച്ചാൽ കഴിക്കാതിരിക്കണം എന്നല്ല, കഴിക്കണം, ഉറപ്പായിട്ടും കഴിക്കണം. കാരണം നമ്മൾ ഈ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 മണിക്കൂറോളം റെസ്റ്റാണ്. സോ നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം ഈ 7 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പിന്നെ രാവിലെ കഴിക്കത്തുള്ളൂ. സോ അത് ഭയങ്കര ഒരു വലിയൊരു ഗ്യാപ്പാണ്. സോ അത് നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന പരിപാടി ദയവ് ചെയ്ത് ചെയ്യരുത്. ഈവൻ രാത്രിത്തെ ഫുഡും നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അത് നമുക്ക് എപ്പോഴും എനർജി എന്ന് പറയുന്ന ഒരു സോഴ്സ് വേണം. വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു ഒരു ലോജിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ കുറച്ച് വളരെ ലഘു ഭക്ഷണം കഴിക്കുക. ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക ഈ സപ്പറിൽ. അങ്ങനെ എന്തെങ്കിലും മതി, പക്ഷെ വളരെ കുറച്ച് കഴിയാം. ഒരുപാടൊന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. ഈ ചിക്കൻ, പൊറോട്ട അങ്ങനത്തെ ഹെവി ഫുഡ് ഐറ്റംസ് ഒന്നും രാത്രിത്തെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഗൈസ്, ഇതിന്റെ ബാഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നെഞ്ചരിച്ചില്, ഈ അന്നനാളത്തിലൊക്കെ ഭയങ്കരമായിട്ട് എരിയുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവും, ഒരു ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളും കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ രാത്രി ലേറ്റ് ആയിട്ട് കഴിച്ചാൽ. അത് കാരണം പൊണ്ണത്തടി ഉണ്ടാവാം, ഒബിസിറ്റി ഉണ്ടാവാം. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സും ഇതുപോലെ ലേറ്റ് ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇനി ഒരിക്കലും നിങ്ങൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. സോ ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk with Dr. Arthi, signing off. Thank you.